അബൂബക്കർ മുജാഹിദുൽ മുഖരി റഹ്മത്തുള്ളാഹി അടുക്കലേക്ക് അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു, ആദരിച്ചു, ബഹുമാനിച്ചു. 3-4 ദിവസം അവിടെ തങ്ങിയതിന് ശേഷമാണ് മഹാനവറുകൾ തിരിച്ചുപോയത്. ശിഷ്യന്മാര് വന്നിട്ട് പറയാണ്, ഈ നാട്ടിലെ ഭരണാധികാരിയായ ഐസൽ വസീർ എന്ന് പറയുന്ന രാജാവ് വന്നിട്ട് അയാളെ പോലും നിങ്ങൾ ആദരിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല. ഇപ്പൊ എന്തേ ഇങ്ങനെ പറയുന്നു? ലിമൻ യുഅദ്ദിമു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച ആളെ ഞാൻ ബഹുമാനിക്കണ്ടേ? അവിടെന്ന് പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടോ? എന്നിട്ട് പറയാണ്, അബൂബക്കർ ശിബിലി എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതാണ്. അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അയാളെ നിങ്ങളെ ബഹുമാനിക്കണേ, ആദരിക്കണേ. ഏതായാലും നല്ല സൽക്കാരൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞയക്കുമ്പോ പിറ്റേ ദിവസം രാത്രി ഹബീബായ തങ്ങള് അബൂബക്കർ മുജാഹിദുൽ മുഖരി റഹ്മത്തുള്ളാഹി അടുക്കിലേക്ക് സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, യാ അബൂബക്കർ അക്രമക്കല്ലാഹു കമാ അക്രംത റജുലാ, അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കട്ടെ, അള്ളാഹു നിങ്ങൾക്ക് ആദരം നൽകട്ടെ. അയാൾ സ്വർഗത്തിന്റെ അവകാശിയായ ആളെ നിങ്ങളെ ബഹുമാനിച്ചതുപോലെ നിങ്ങൾ അള്ളാഹു ബഹുമാനിക്കട്ടെ. നബിതങ്ങളോട് ചോദിച്ചു, എന്താ നബിതങ്ങളെ ഈ റസൂലല്ലാഹ് ശിബിലിക്ക് ഇത്ര വലിയ പ്രത്യേകത എന്താണ്? നബിതങ്ങൾ പറയാണ്, അയാള് ഓരോ വക്ത് നിസ്കാരത്തിന്റെ ശേഷവും എന്നെ ഓർത്തുകൊണ്ട് അവിടെ ഓതുകയാണ്. എന്നെ ഓർത്തുകൊണ്ട് ഓതാറുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അവിടുന്ന് അതിൻ്റെ അവസാനം വരെ ഓതാറുണ്ട്. എന്നിട്ട് പറയാണ്, ഇയാൾ തുടങ്ങിയിട്ട് 80 വർഷക്കാലമായി. അഫലാ ഉക്രിമു മിൻ ഫീലി ഹാദാ കദാ, അയാളെ ഞാൻ ബഹുമാനിക്കണ്ടേ? റൂഹുൽ ബയാനിൽ പറഞ്ഞതല്ലേ, ഇതിൽ നമുക്ക് പാഠമില്ലേ?